ഒരു ഭർത്താവ് ആയതിനു ശേഷമാണ് അവള് എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയത്. ഒരു മകൻ ആയതിനു ശേഷമാണ് മകൻ എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയത്. ഒരു സഹോദരൻ ആയതിനു ശേഷമാണ് എന്നെ ഒരു സഹോദരൻ കാത്തിരിക്കാൻ തുടങ്ങുന്നത്. ഒരു സുഹൃത്ത് ആയതിനു ശേഷമാണ് എന്നെ സുഹൃത്ത് കാത്തിരിക്കാൻ തുടങ്ങുന്നത്. അല്ലേ? ഇന്ന് ഞാൻ എന്നൊരാളെ ഈ ലോകത്ത് ഇല്ലാതിരുന്ന കാലം മുതൽ എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയ രണ്ടാളുകളുണ്ട്. ഭയങ്കരല്ലേ അത്? ഞാനില്ല. 1982 ഓഗസ്റ്റ് 15 മുമ്പ് ഞാനില്ല. എന്നാൽ അന്നും എന്നെ കാത്തിരിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. എന്നെ സ്നേഹിക്കുന്ന രണ്ടാൾക്കാരുണ്ട്. അല്ലേ? നിരുപാധികമായിട്ട് ഒരു കണ്ടീഷനും ഇല്ലാതെ ഞാനെന്നൊരാളെ ഈ ലോകത്തില്ല. എന്റെ രൂപം എന്താണെന്നോ നിറം എന്താണെന്നോ ഒന്നുമില്ല, ഞാൻ ആണാണോ പെണ്ണാണോ ഒന്നും അറിയാതെ എന്നെ കാത്തിരിക്കാൻ തുടങ്ങിയ രണ്ടാൾക്കാരാണ്. നമ്മുടെ സമയത്തിൽ ഏറ്റവും നല്ല സമയം ഷെയർ ചെയ്യേണ്ട ആൾക്കാരല്ലേ അത്? നമ്മൾ ഒരിക്കലും ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ലാത്ത ആൾക്കാരല്ലേ അത്? നമ്മൾ അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിപ്പിച്ചു തന്ന ആളുകളോട് ആ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ മുറിവേൽക്കാതെ ഒരാൾ സ്വയം കാത്തു സൂക്ഷിക്കുന്നതിന്റെ പേരാണ് ശരിക്കും പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി ഊട്ടിയിലേക്ക് ടൂർ പോയി. അവന് 22 വയസ്സുണ്ട്. അവന്റെ ചങ്ങായിമാരുടെ കൂടെ പോയത്. അപ്പോ യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപാടെ ഉമ്മാന്റെ വിളി വന്നോണ്ടിരിക്കുകയാണ്. ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വിളിച്ചോണ്ടിരിക്കുകയാണ്. എവിടെയാണ് താമസം, ഭക്ഷണം കഴിച്ചോ, പിന്നെ സേഫ് അല്ലേ, വെയിലുണ്ടോ മഴയുണ്ടോ തണുപ്പുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ കാര്യം തന്നെയാണ് ഓരോ ഫോണിലും സംസാരിച്ചു. അപ്പൊ ഇവന്റെ കൂട്ടുകാർ ഇവനെ കളിയാക്കി, ഇതെന്താണ് നീ ചെറിയ കുട്ടിയാണോ ഉമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ? അങ്ങനെ ചെങ്ങന്മാർ അവനെ കളിയാക്കിയപ്പോ അവൻ തന്നെ ഒരു പ്രയാസം ഉണ്ടായി, ഒരു മടിയുണ്ടായി. പിന്നെ ഉമ്മ വിളിച്ച സമയത്തില്ലേ ഇവന് ഉമ്മയോട് ചൂടായി, ദേഷ്യം വന്ന് എന്തോ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ എന്തിനാന്നൊക്കെയുള്ള രൂപത്തിൽ ഉമ്മയോട് അവൻ പറഞ്ഞു. ഉമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല. ഉമ്മ ഫോണ് കട്ട് ചെയ്ത് അവിടെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണ് നനഞ്ഞിരിക്കണത് വേറെ ഒരാൾ കണ്ടു. അതാരാന്നറിയോ? ഈ ടൂറ് പോയ ആളുടെ പെങ്ങൾ. അവള് 9 മാസം ഗർഭിണിയായിരിക്കുന്ന സമയമാണ്. അവളെ ഉമ്മ ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി. ഫോൺ ചെയ്തിട്ട് ഉടനെയാണ് ഉമ്മാന്റെ സങ്കടം കാണുന്നത്. അവൾക്ക് വേഗം മനസ്സിലായി. അവൾ അവനെ വിളിച്ചു. നീ എന്തെങ്കിലും ഉമ്മാനോട് പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞു, നീ ഉമ്മയോട് എന്തോ കയർത്ത് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടല്ലേ ഉമ്മ സങ്കടപ്പെട്ടിരിക്കണം. ആ താത്ത ഞാൻ പറഞ്ഞു പോയി. ഉമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്, നിരന്തരമായി വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞാനെന്താ ചെറിയ കുട്ടിയാണോ? ചെറിയ കുട്ടികളെ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതാണ് അവന്റെ പ്രശ്നം. അപ്പൊ അവള് പറഞ്ഞു, ഉമ്മ നിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണോ അവന്റെ കുഴപ്പം? അതെന്തുകൊണ്ടാന്ന് എനിക്കറിയോ? അതെന്തുകൊണ്ടാന്ന് എനിക്കറിയോ? അത് ഉമ്മ ആയതുകൊണ്ടാണടാ. 9 മാസമായിട്ട് ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല. നിനക്കറിയോ? 9 മാസമായിട്ട് ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നിട്ടില്ല. കമിഴ്ന്ന് കിടക്കാൻ എത്ര പൂതിയുണ്ടെന്ന് എനിക്കറിയോ? ഞാൻ ഉറക്കത്തിലൊന്നും അറിയാതെ പോലും കമിഴ്ന്ന് കിടക്കൂലടാ. അതെന്തുകൊണ്ടാണെന്നറിയോ? ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായ നിമിഷം മുതൽ, എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ പൊടിയുന്നുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ ഞാനൊരു ഉമ്മയാണ്. ഞാനൊന്ന് കമിഴ്ന്ന് കിടന്നാലേ ഇല്ലാതെയാകുന്നത് ഒരു ജീവനാണടാ. അതുകൊണ്ട് ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശ്രദ്ധിക്കും. നിന്റെ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയോ നിനക്ക്? ടൂറൊക്കെ പോകാനേ ഈ കൈയും കാലൊക്കെ നിനക്ക് ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ആളിങ്ങനെ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. എന്താ ഗ്രാറ്റിറ്റ്യൂഡ്? ചിലതൊന്നും മറക്കാതിരിക്കണം. അല്ലേ? ചിലതൊന്നും മറക്കാതിരിക്കണം. നല്ല മാർക്കുള്ള
മാർക്ക് ലിസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടേയിരിക്കേണ്ട ചിലതൊക്കെ ഉണ്ട്. അതിലൊന്ന് ഇയാളാണ്. പിന്നെ സങ്കടങ്ങളൊന്നും നമ്മളോട് പറയാതെ ഇങ്ങനെ അടക്കി പിടിച്ചത് ഉരുകി നടക്കുന്നൊരു പാവം മനുഷ്യനുണ്ട് വീട്ടിൽ, അയാൾ. പിന്നെ ഇങ്ങനൊരു മാർക്ക് ലിസ്റ്റ് കയ്യിൽ ഉണ്ടാകണേ എന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന ആ നിമിഷങ്ങളും ആ പ്രാർത്ഥന കേട്ട ആളും അല്ലേ, മറക്കാൻ പാടില്ല. പടച്ചവനോട് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് മാത്രം ഉണ്ടാവണ, ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവണ ഒരാനന്ദമുണ്ട്. എനിക്കത് പറഞ്ഞു തരാനൊന്നും കഴിയില്ല. പടച്ചോനോട് നിങ്ങളുടെ ജീവിതത്തില് പരിചയമില്ലാതെ ഓക്കെ, അല്ല അത് വേണ്ട, ഞാൻ നിൽക്കാം. അവിടെ ഒരു കുട്ടീനെ പോലെ അവിടെ നിന്നോട്ടല്ലേ, ഇങ്ങനെ താലോലിച്ച്. പിന്നെ ഒരു ചെറിയ മോനുണ്ട്, LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവന് പിന്നെ സ്കൂളിൽ സ്പോർട്സ് നടക്കുന്ന സമയം കുറേ കുട്ടികളിങ്ങനെ ഓട്ട മത്സരമാണ്. ഇങ്ങനെ കുറേ കുട്ടികളിങ്ങനെ വരിയായി നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ കണ്ണ് ചിമ്മിയിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. ആകാശത്തേക്ക് കൈകളൊക്കെ നീട്ടി കണ്ണിങ്ങനെ ചിമ്മിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത്രയും പ്രാർത്ഥനയോടെയാണ് അവൻ ഓടാൻ തുടങ്ങുന്നത്. അങ്ങനെ ഓട്ട മത്സരം നടന്നു. ഇവൻ ജയിച്ചില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പിറകിലായി പോയി, തോറ്റുപോയി. അപ്പൊ അവന്റെ ടീച്ചർ ഇതിങ്ങനെ നോക്കി നിന്നതാണ്. ടീച്ചർ അവന്റെ അടുത്തേക്ക് മെല്ലെ വന്നിട്ട് പറഞ്ഞു, നീ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് തോറ്റുപോയല്ലേ, സാരല്ല കേട്ടോ, അടുത്ത മത്സരത്തിൽ നമുക്ക് ജയിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവനെന്താ പറഞ്ഞതെന്നറിയോ? ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട്, ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ടീച്ചർ നോക്ക്, ഞാൻ കരയണില്ലല്ലോ. ടീച്ചർ നോക്ക്, ഞാൻ കരയണില്ലല്ലോ. ഇതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ടീച്ചർ അവനിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, നീയാണ് ശരിക്കും ജയിച്ചത്. പടച്ചോനോട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഈശ്വരനോട് അറ്റുപോകാത്തൊരാത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് വേറെ ഒരാൾക്കും പറ്റില്ല. ഒരു തോൽവിയിലും നിങ്ങൾ തകർന്നു പോകില്ല. ഒരാളും നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളുടെ ജീവിതം അവിടെ ഫുൾ സ്റ്റോപ്പ് ആവില്ല. സെമിക്കോളനായി ജീവിതം പിന്നെയും പിന്നെയും തുടർന്നുകൊണ്ടേ ഇരിക്കും, ഭംഗിയായി. അതിനെന്ത് വേണമെന്നറിയാം? പട്ടം പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടി, അതിന്റെ നൂല് മാത്രമേ അവന് കാണുള്ളൂ, പട്ടം എവിടെയോ പോയിട്ടുണ്ട്. അപ്പൊ ഒരാൾ വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഈ നൂല് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ പറയാണ്, ഈ നൂലിന്റെ അങ്ങേ അറ്റത്തൊരു പട്ടുണ്ട്. പട്ടം എവിടെ കാണുന്നില്ലല്ലോ. പട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. പട്ടം ഈ നൂലിനെ വിട്ടുപോയിട്ടില്ല എന്ന് ഈ നൂലിലുള്ള ബലം കണ്ട് എനിക്ക് മനസ്സിലാവും. പട്ടം പൊട്ടിപ്പോയിട്ടില്ല. ഇതേപോലെ നിങ്ങളുടെ ഉള്ളിന്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനൊന്നും കഴിയാത്ത ഒരാളോടുള്ള ഒരു ആത്മബന്ധം കൊണ്ട് നിങ്ങൾക്കുണ്ടാകണ അസാധാരണമായ ഒരനുഭവമുണ്ട്. അത് ലോകത്തൊരാൾക്കും പറഞ്ഞു തരാൻ കഴിയില്ല. അതൊരനുഭവമാണ്. നിങ്ങളുടെ കൂടെ ഒരാൾ ഉണ്ടാകുന്ന അനുഭവമാണ്. ആരാണ് അയാൾ? സർവശക്തനായ ഒരാൾ. എൻ്റെ പിന്നെ റമിക്ക് PGയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തത് വയനാട്ടിലായിരുന്നു. ഇങ്ങനെ വയനാട് രണ്ട് മാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് മോന് നാട്ടിൽ സ്കൂളാണ്. അവന് വയനാട്ടിലേക്ക് വല്ലപ്പോഴാണ് വന്നിരുന്നത്. ഒരു ദിവസം അവൻ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഒറ്റയ്ക്ക് വരട്ടെ എന്ന് ചോദിച്ചു. വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരട്ടെ എന്ന്. എങ്ങനെയാ വരിക? KSRTC കയറിയിട്ട് വരാം. അതിന് വേണ്ടതെല്ലാം മൂപ്പർ അന്വേഷിച്ചിട്ടുണ്ട്. അന്ന് 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സായ ആള് പറയാണ് വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാം. അപ്പൊ മൂപ്പരുടെ ആ സാഹസികത കണ്ട് ഞങ്ങൾ സമ്മതിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവളുടെ ഉപ്പയാണ്. അവളുടെ ഉപ്പ അത് നാട്ടിൽ നിന്നുള്ളത്. അപ്പൊ അവളുടെ ഉപ്പ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പ്രിപ്പറേഷനും നടത്തി മലപ്പുറത്ത് KSRTCയുടെ ഡിപ്പോയിലേക്ക് ചെന്ന്
അവിടെ ബസ്സൊക്കെ കണ്ടുപിടിച്ച് ബസ് ഡ്രൈവറോടും കണ്ടക്ടറോടും ഒക്കെ സംസാരിച്ച് ഇവനെ പ്രത്യേകം നോക്കണേ എന്നൊക്കെ അവർക്ക് നിർദ്ദേശങ്ങളും റിക്വസ്റ്റൊക്കെ നടത്തി അവനിഷ്ടമുള്ളൊരു സീറ്റിൽ അവനെ ഇരുത്തിയിട്ട് അവനെ വിട്ടു. ഇടക്കിടക്ക് അവനെ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവസാനം അവന് കൽപ്പറ്റയിൽ വന്ന് ബസ് ഇറങ്ങിയ ആ നിമിഷം അവനെങ്ങനെ കാണണമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു മൂപ്പർക്ക്. ഒരു വലിയ ആളൊക്കെ വന്ന് ഇറങ്ങുന്നത് പോലെ അതിന്റെ എല്ലാ അഭിമാനത്തോടെ ഇങ്ങനെ വന്നിറങ്ങിയ നിമിഷം നമ്മളവിടെ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്, ആ ബസ് കൽപ്പറ്റയിലെത്തി എന്നുറപ്പ് വരുത്തുന്നത് വരെ ആ ബസ്സിന്റെ പിന്നില് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അവളുടെ ഉപ്പയെ 63 വയസ്സുള്ള ഒരാള് ബൈക്ക് ഓടിച്ച് ആ ബസ്സിന്റെ പിന്നാലെ വരുന്നതിൻ്റെ പേരാണ് സ്നേഹം, അല്ലേ? ഒരു കുട്ടി ഇതേപോലെ പറയാണ്, എനിക്ക് അമ്മയുടെ വീട്ടിലേക്ക് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകണമെന്ന്. അങ്ങനെ എല്ലാവരും സമ്മതിച്ച് അവൻ ട്രെയിനിൽ കയറുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ അവൻ്റെ കയ്യിലൊരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഭയങ്കര പേടിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാവുന്ന സമയത്ത് മാത്രം ഈ പേപ്പർ എടുത്തിട്ട് വായിച്ചു നോക്കണം. ഒറ്റയ്ക്ക് പോയില്ലേ? അങ്ങനെ അവൻ കയറിയ ബോഗിയിൽ കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവന് വളരെ സമാധാനമായി, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ സ്റ്റോപ്പിൽ ഇങ്ങനെ വണ്ടി നിർത്തി പോകുന്നതിനിടയിൽ ആ ബോഗിയിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയി, അവൻ ഒറ്റയ്ക്കായി പോയി. മാത്രല്ല, ആ നിർത്തിയ സ്റ്റോപ്പിൽ നിന്ന് കുറേ ആളുകൾ ആ ബോഗിയുടെ അകത്തേക്ക് കയറി വരികയും ചെയ്തു. അവരെ കണ്ടപ്പോൾ തന്നെ അവന് പേടിയാവാൻ തുടങ്ങി. സിനിമയിലെ വില്ലന്മാരൊക്കെ പോലെയുള്ള ആളുകളാണ് അതിനകത്തേക്ക് കയറി വരുന്നത്. അവരൊക്കെ ഇരിക്കുന്നത് അവന്റെ ചുറ്റുമാണ്. അവനാകെ പേടിച്ച് വിറക്കാൻ തുടങ്ങി. അവന്റെ വിരലൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി, നെറ്റിയൊക്കെ വിയർക്കാനും തുടങ്ങി. വിറക്കുന്ന വിരലും വിയർക്കുന്ന നെറ്റിയും ആകെ പേടിക്കണം അവന്. പക്ഷെ ആ സമയത്താണ് ഇത്ര നേരമായിട്ട് അവൻ ആലോചിക്കാത്തൊരു കാര്യം ആലോചിച്ചത്. അച്ഛൻ തന്ന പേപ്പറിനെ കുറിച്ച്. നല്ലോണം പേടിയാകുന്ന സമയത്ത് തുറന്നു നോക്കാനല്ലേ അച്ഛൻ പറഞ്ഞത്. അവൻ ആ പേപ്പർ മെല്ലെ ഇങ്ങനെ എടുത്ത് ആ ചുറ്റും ഇരിക്കുന്ന ആളുകളൊന്നും അറിയാതെ കാണാത്ത രൂപത്തിൽ അവൻ ആ പേപ്പർ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു. അതിലെഴുതിയത് ഇങ്ങനെയായിരുന്നു, മോന് നല്ല പേടിയുണ്ടല്ലേ? പേടിക്കണ്ട കേട്ടോ, തൊട്ട് പിറകിലെ ബോഗിയിൽ അച്ഛനുണ്ട്. പിന്നെ അവന് പേടിയുണ്ടാവോ? ഉണ്ടാവോ? പിന്നെ അവന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എടാ, ഇതാണെടാ പഠിച്ചോന്നുള്ള അനുഭവം. നിങ്ങളെ ഈശ്വരന് ഞാൻ വെറുതെ പറയണല്ല, ഇത്രയ്ക്ക് ഇത് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. സങ്കല്പിക്കാനാവാത്ത അനുഭവങ്ങളിലൂടെ കടന്നു വരും. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നൊരു നിശ്ചയവുമില്ലാത്ത കാര്യങ്ങളും നമ്മുടെ അഡ്രസ്സിലേക്ക് കൃത്യമായി കടന്നു വരുന്ന അനിശ്ചിതത്വങ്ങളുടെ ആഘോഷമുള്ള തെരുവിന്റെ പേരാണ് ജീവിതം. നടുറോഡ് പോലെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ തെരുവാണ് ജീവിതം. എടാ, അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ? ചിലപ്പോൾ നമ്മുടെ അറിവുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല. നമ്മൾ വായിച്ച മഹാഗ്രന്ഥങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല. നമ്മൾ കേട്ട വലിയ വലിയ കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നൊന്നുമില്ല. നമ്മൾ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കും? ആ കുട്ടി പട്ടം പിടിച്ചു നിന്നതുപോലെ എങ്ങനെ പിടിച്ചു നിൽക്കും? അതിന് വേറൊരാള് വേണം. ആ ആളിങ്ങനെ പിന്നാലെ പിന്തുടരുന്നുണ്ട് എന്ന ഒരാത്മബോധത്തിന്റെ അഭിമാനമുള്ളൊരോർമ്മയും ധൈര്യവുമാണ് നമ്മുടെ ജീവിതത്തെ ആകെ ഭംഗിയുള്ളതാക്കുന്നത്. ആ ഓർമ്മയും ആ താഴ്മയും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും അവസ്ഥയിലും ഒരാൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്.